ഒരു വലിയ മീന് വന്നിട്ടുണ്ട്. പ്രേമേട്ടാ അതേതാ മീൻ? ഏതാ? ഇളമീനല്ലേ? ഇളമീന് വലുത് 2 കിലോ ഉണ്ടായിരിക്കും. ഏകദേശം 2 കിലോ വരുന്നുണ്ടല്ലേ? നല്ല ഫ്രഷ് മീനാണ്, പുഴയെന്ന് പിടിച്ചത്. അപ്പൊ ഇളമീൻ ഏകദേശം 2 കിലോ വരെയുള്ള സാധനങ്ങൾ ഇവിടെ വരാറുണ്ട്. 2 കിലോ മാത്രമല്ല, 5 കിലോ വരെ വരാറുണ്ട്. 5 കിലോ വരെ ഉള്ള മീനുകൾ ഇവിടെ വരാറുണ്ട്. നല്ല കിടിലൻ ഐറ്റം. അത് കൂടാതെ അവിടെ കുറെ മീനുകൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് പോയി കാണാം. ഇതിപ്പോ ഇവിടെ മീൻ മേടിക്കാൻ വന്ന ഒരു മാഡമാണ്. മാഡത്തിന്റെ പേരെന്താണ്? എവിടെയാണ് ലൊക്കേഷൻ? എവിടെ? ഈശ്വരമംഗലം. ഇവിടുന്ന് എടുത്ത് ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇപ്പൊ ഇവിടുന്നാണോ മീൻ മേടിക്കാറ്? ഇവിടെ ഡിസ്കൗണ്ടിൽ കിട്ടാറുണ്ടോ? ഫ്രഷ് മീനാണോ? ഫ്രഷ് മീനായിരിക്കും. അപ്പൊ ബാക്കി എല്ലാ വീട്ടമ്മമാർക്കും നമുക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു മാം. ഇപ്പൊ മാഡം ഒരു കവർ നിറച്ച് മീൻ വാങ്ങിക്കൊണ്ടുപോകും. 500 രൂപയുടെ മീനാണ് മാഡത്തിന് വെറും 200 രൂപയ്ക്ക് കൊടുത്തത്. 200 രൂപയ്ക്ക് ഇവിടെ കൊടുത്തു. കിലോ മീൻ കൊടുത്തിട്ടുണ്ട്. കരിമീന് എല്ലാം മിക്സഡ് ആയിട്ട് മിക്സാണല്ലേ? എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് പുഴ മീൻ ലൈവായിട്ട് പിടിച്ചു കൊടുന്ന് വിൽക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ്. അതേപോലെ ഇവിടെ പുഴമീൻ, ഞണ്ട്, അങ്ങനെ കുറേ ഐറ്റംസുകൾ രാവിലെ ഇവിടെ ലേലം ചെയ്ത് വിൽക്കുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്, കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം. ഇവിടെ വന്ന മീനുകളേനൊക്കെ വലയിന്ന് ചേട്ടന്മാർ വേറെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, വലുത്. അപ്പോൾ ഇവിടെ അബൂബക്കർക്ക് വന്നിട്ടുണ്ട്. അബൂബക്കർക്ക് അപ്പോൾ എന്തായിട്ട് വന്നിട്ടുള്ളത്? വലിയ ഞണ്ടാണല്ലോ അല്ലേ? ഇതിപ്പോൾ ഇത് രാവിലെ പിടിച്ചു കൊടുക്കുന്നതാണ്. ഇതിനിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ ഞണ്ടുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ കളക്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു ലൊക്കേഷനാണ്. ഇതാണ് പെണ്ണണ്ടാണ്. ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടാവും? 3/4 കിലോളം ഏകദേശം ഉണ്ടാവും. അപ്പം നമ്മൾ അടുത്ത വഞ്ചിയും വന്നിട്ടുണ്ട്. നല്ല മഴയാണ്, പക്ഷെ എന്നാലും വഞ്ചിക്കാർ വരുന്നുണ്ട്. അവർക്ക് നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തത്. അവിടെ ഉണ്ട്. പെടക്കള് പ്രേമേട്ട അതേതാ? പൂമീൻ തന്നെ? ഇളമീന്, ജീവനുള്ള ഇളമീനായിട്ട് പ്രേമേട്ടതാ വന്നിട്ടുണ്ട്. ഇളമീനല്ലേ? ഇളമീന്. ഇവിടെ വെറൈറ്റി സാധനങ്ങൾ കിട്ടൂലേ? വലുത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രേമേട്ടപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വഞ്ചിക്കാരുടെ വലകളാണ്. വലകൾ അവർ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ 2 പേര് ഇപ്പം മീൻ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ പ്രേമേട്ട മീനുമായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മളതിൽ പിടിച്ച വലിയ പൂമീനല്ലേ പ്രേമേട്ട? പൂമീൻ. ഇതിപ്പോ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? ഇത് ഒരു 700 ഗ്രാം ഏകദേശം ഉണ്ടാവും. ഇംഗ്ലീഷിൽ ഇതിന് മിൽക്ക് ഫിഷ് അല്ലേ? നല്ല ടേസ്റ്റ് ഫിഷ് ആവണല്ലോ ഇത്. ഇത് കറിക്കാണോ പൊരിക്കാനോ എങ്ങനെയാണ്? ഇതിന്റെ പൊള്ളിക്കാന് വാഴയിലയില് പൊള്ളിക്കുന്ന നമുക്ക് നന്നായിട്ട് പൊള്ളിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഈ പൂമീൻ. റയറായിട്ടാണ് നമുക്ക് ഈ മീനുകൾ കിട്ടുകയല്ലേ? അടിപൊളി സാധനം, ജീവുള്ളത്. അടുത്ത മീൻ വന്നിട്ടില്ലേ? ഇതേതാ മീന്? ഇതാണ് ഇളമീന്. ഇത് ഇളമീനല്ലേ? ജീവനുള്ള ഇളമീന്. പൂമീന്. 2 ജീവനുണ്ടല്ലേ? 2 ജീവനുണ്ട്. ഇപ്പൊ പിടിച്ച് കയറ്റിയിട്ടുള്ളൂ കരക്കേക്ക്. ഇളമീനൊക്കെ എങ്ങനെ ഇവിടെ കിലോ എങ്ങനെ വരിക? 500 രൂപ. പൂമീനോ? പൂമീന് 500 തന്നെ ഏകദേശം. വില മാറിക്കൊണ്ടിരിക്കൂലേ ഓരോ ദിവസത്തെ? ഏവറേജ് വിലയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച്, കുറവ് കിട്ടുന്നതിനനുസരിച്ച് വിലകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒരു മീനെ തൂക്കാണ്. നല്ല മഴയുണ്ട്. മഴയൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. അത്രയും നല്ല ഫ്രഷ് മീനുകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. പ്രേമേട്ട ഇപ്പൊ എന്തൊക്കെ മീനുകളാണ് വന്നുള്ളത്? കയ്യേരി.
നച്ചറാന്ന് ഇവിടെ പറയും. കരിമീന്, കരിമീന്, പിന്നെ വലിയ ചെമ്മീന്, വലിയ ചെമ്മീന്, പിന്നെ മാലാന്, മാലാന്, പിന്നെ നമ്മുടെ അടുത്ത് നല്ല നെയ്യുള്ള തോടി. തോടി. ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വന്നിട്ടുള്ളത് അല്ലേ? കുറെ മീനുകൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ കൊട്ട നിറച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് കുറെ മീനാണ്. ഇപ്പൊ ചേച്ചിക്ക് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ്. ഇതൊക്കെ 500 രൂപ വിലയുള്ള മീനാണിത്. ഓക്കെ, ഇവിടെ എങ്ങനെയാ വിൽക്കുന്നത്? ഇത് 500 രൂപ വിലയുള്ള ചെമ്മീനാണ്. ഇവിടെ എത്ര റേറ്റ് വെക്കുന്നത്? ഇപ്പൊ ഞങ്ങള് ഡിസ്കൗണ്ട് സെയിലാണ്. വെറും 200 രൂപയ്ക്കാണ് ഇപ്പൊ 1 കിലോ മീൻ കൊടുക്കുന്നത്. എത്ര? വെറും 200 രൂപ. മെഗാ ഓഫർ സെയിലാണ്. ഓഫറില് മൺസൂൺ ഓഫർ ഇല്ലേ? മൺസൂൺ ഓഫർ സെയിലാണ് ഇപ്പൊ വെക്കുന്നത്. ഇതേതാ മീന് പ്രേമേട്ടാ? ഇതാണ് നമ്മൾ പറയുന്ന ചുണ്ടേട്ട എന്ന് പറയുന്ന മീന്. ചുണ്ടേട്ട. ചുണ്ടേട്ട. നീളം ചുണ്ടുണ്ടല്ലേ? നല്ല അത്യാവശ്യം ചുണ്ടുള്ള മീനാണ്. പിന്നെ മാത്രമല്ല ഇതിപ്പോ മുടയുള്ള സമയമാണ്. ഏട്ട മുട്ട വരുന്ന സമയമാണ് ഇപ്പൊ. ഈ സീസണിൽ ഇപ്പൊ ഏട്ടക്ക് നല്ല ധാരാളം കിട്ടൂലേ? ധാരാളം കിട്ടും. നമുക്ക് ഇതും ഈ ടൈപ്പ് ചുണ്ടേട്ടം കിട്ടുന്ന സീസൺ ഇപ്പോഴാണ്, ഈ സമയത്ത്. ഇത് നെടുക എന്ന് പറഞ്ഞ മീനില്ലേ? ഇത് നെടുക എന്ന് പറഞ്ഞ മീനാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ ഏതാണ്? ഇതാണ് മാലാൻ. മാലാൻ എന്ന് പറഞ്ഞ മീനാണ്. ഇതാണ് പൂളാൻ. ഇതൊക്കെ പുഴയിലുണ്ടാവുന്ന മീനുകളാണല്ലേ? ഫ്രഷ് മീനുകൾ. ഇത് കരിമീന്റെ കുട്ടിയാണ്. കരിമീന്റെ കുട്ടി. പിന്നെ ഉള്ളത് ഇത് നമ്മളെ കോര. എന്ത് പറയുന്നു? പുഴക്കോര എന്ന് പറഞ്ഞ മീനാണിത്. ഇത് നമ്മള് കടു പുഴയിലെത്തുന്ന കടു എന്ന് പറഞ്ഞ മീൻ. ഇത് കയറിയതാണ്. പതിപ്പൂട്ട. ചെറിയ കരിമീൻ. ഇതാണ് പതിപ്പൂട്ട എന്ന് പറഞ്ഞ സാധനം. ഏട്ടയുടെ കുട്ടി. ചാടനുണ്ടല്ലേ ഏട്ടക്കുട്ടി? നമ്മളെ മുള്ളനൊക്കെ പുഴയിലുണ്ടാവുക? മുള്ളനാണ് പുഴയിലുള്ളത്. മുള്ളൻ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പൊ കിട്ടുന്നത്. മാലാൻ. വലിപ്പമുള്ളത് മാലാൻ എന്ന് പറഞ്ഞ മീനുകൾ. അപ്പൊ പലതരത്തിലുള്ള വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ഈ മീനുകളൊക്കെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുക. അപ്പൊ ഈ വീഡിയോ കാണുന്ന ഇതേതാ മീന്? ഇത് ഞാൻ പറഞ്ഞുതരും. തുമ്പ എന്ന് പറഞ്ഞ മീനാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള മീനല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകള് ഈ മീനുകൾ നിങ്ങളെ നാട്ടിൽ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ഇതേതാ മീന്? പ്ലാച്ചി. ഇത് വലുതാവണ മീനല്ലേ? എല്ലാതും ഒരു 1/2 കിലോ വലിപ്പം വരെ വരും. 1/2 കിലോ വരെ വലിപ്പം വരുന്ന മീനുകളാണ്. ഇത് ചൂടല്ലേ? അത് ചൂടാ. ഇതും പുഴയിലുണ്ട് കേട്ടോ. പുഴയിലും കടലിലും കിട്ടൂലേ? കടലിലും കിട്ടുന്ന ഒരു ഐറ്റാണ് ചൂട. പിന്നെ ചെമ്മീനില്ലേ? ചെമ്മീനും വന്നിട്ടുണ്ട്. നാടൻ. ഇത് ഇന്നലെ പിടിച്ച് വന്നതുകൊണ്ടല്ലേ രാത്രി? നാരൻ ചെമ്മീൻ. നാടനല്ല, നാരൻ ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റാണ് ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയണമെന്നുള്ളത് നമ്മളെ കമന്റ് ചെയ്യാം. നല്ല മഴയായി തുടങ്ങി. ഒരു ചേട്ടനും കൂടി അവിടെ വന്നിട്ടുണ്ട്. ആ എൻഡിൽ ഒരു ചേട്ടൻ മീനുമായിട്ട് വന്നിട്ടുണ്ട്. എന്താ നമ്മളെ പുഴയിൽ നല്ല മഴ പെയ്തുണ്ട്. ഇതിപ്പോ ഇവിടെ ഞണ്ട് കളക്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ചേട്ടന് ഇതിപ്പോ ഞണ്ട് കൊടുക്കാനുള്ളതാണല്ലേ? 1300 രൂപ. 1300 ഉറുപ്പോളം വരും കിലോന്. ഇതാ പല രീതിയിലുള്ള സൈസിലുള്ള ഞണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊന്ന് കാട്ടി കൊടുക്കട്ടെ അവിടെ. അതിന്റെ നോക്കിച്ച് കൈ വെച്ചിട്ട് ആദ്യം. അപ്പോൾ ഞണ്ട് ഇവിടെ ഒന്ന് കളക്ട് ചെയ്യാൻ വരുന്ന ചേട്ടനാണ്. ഇത് അടുത്ത വലിയ ഞണ്ട്. ഞാൻ പറഞ്ഞുതരട്ടാ, പറഞ്ഞാൽ മതി. ഇതാണ് മഡ് ക്രാബ്. കെട്ടിയോനെ പിടിച്ച് തലക്കൊന്ന് കൊടുക്കണം. അതന്നെ. ഇത് ക്വാളിറ്റി കാലൊന്നും ഒടിയാൻ പാടില്ല അല്ലേ? കാലൊടിയാൻ പാടില്ല. ആ രീതിയിൽ ക്വാളിറ്റിയിൽ നോക്കിയിട്ടാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. കൂടുതലൊക്കെ ഞണ്ട് തന്നെയാണല്ലേ? അത് കെട്ടാനാ. ഇതിൽ ഞണ്ടുണ്ട്. ഇതും തുറക്കുക ചേട്ടാ. ഇതിലും ഞണ്ടുണ്ട്. ഇത് മട്ടിൽ സുട്ട. ഇത് എന്നിട്ട് ചേട്ടൻ എങ്ങോട്ടാ സെയിൽ ചെയ്യുന്ന? സിംഗപ്പൂര്, ചൈന, തൈവാന് അങ്ങോട്ട് കയറ്റി അയക്കും സാധനമാണ്. അപ്പോ നമ്മളെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇത് കയറ്റി അയക്കുന്ന സാധനമാണ്. പക്ഷെ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന സാധനം കിട്ടും.
300 രൂപ ഇവിടെ വന്നാൽ കിട്ടും. ലോക്കൽ ഞണ്ടുകൾ ലോക്കൽ ഞണ്ടുകൾ 300 രൂപ. 300 രൂപ തൊട്ടിട്ട് തുടങ്ങും വലിപ്പം അനുസരിച്ചിട്ട്. വലിപ്പം പിന്നെ അതിന്റെ വലുതിന് 650, അതിന്റെ പിന്നെ വലുത് 700. ഇപ്പൊ ഈ കൊടുത്തത് അതിപ്പോ കായ് വരുമ്പോ നിങ്ങൾക്ക് അറിയാം. ഇതിന് 1100 രൂപയാണ് കിലോ വരുന്നത്. അപ്പൊ ഇവിടെ വന്നാല് നമുക്ക് ഞണ്ട് ഉണ്ടെങ്കിൽ നല്ല ഞണ്ടും കിട്ടൂലേ ഇവിടെ വന്നാല്. അപ്പൊ ഇത് ഞണ്ടിന്റെ ഇത് കെട്ടാണ്, കാല് കെട്ടുക പറയും. കാല് കെട്ടലാണ്. ഇങ്ങനെ കെട്ടെങ്കിലേ ഇതിങ്ങനെ കെട്ടിട്ട് ആവശ്യക്കാർക്ക് കൊണ്ടുവച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കൂലേ? ഒരാഴ്ച നമുക്ക് വെള്ളം നനച്ചു വെള്ളം ഒന്നും ചെയ്യണ്ട. ഒന്നും ചെറുങ്ങനെ കുടഞ്ഞു കൊടുക്കുക വേണമെങ്കിൽ ആവശ്യമില്ല, കുടേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയൊക്കെ സുഖമായിട്ടിരുന്നു. ഇപ്പൊ വന്ന മീനുകള് ആൾക്കാർ വാങ്ങിക്കുകയാണ് ഇവിടെ. അതായത് കച്ചവടക്കാർ ഈ വല ഇട്ടിട്ട് പിടിച്ചു വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മളെ ഈ ചെറുകിട കച്ചവടക്കാർ അതിനനുസരിച്ച് തൂക്കി വാങ്ങിക്കും. അപ്പോൾ ഒരു കൊട്ട നിറച്ചിട്ടുണ്ടല്ലേ? അരക്കൊട്ടോളം ഏകദേശം ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇതേതാ മീന്? കയ്യേരി, നച്ചറ പറഞ്ഞ മീന്. അപ്പോൾ ചേട്ടൻ ആ മീനെ മൊത്തമായിട്ട് എടുത്തില്ല ആ ചേട്ടൻ? നൗഫൽക്ക് അത് മൊത്തമായിട്ട് എടുത്ത് ഞാൻ തൂക്കണം അവിടെ. തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് പ്രേമേട്ട ഇവിടെ നമുക്ക് 1 കിലോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ? 1/2 കിലോനായിട്ടും വാങ്ങിക്കാം, 10 കിലോനായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് പുഴമീൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ജമാലിക്ക ഇപ്പോൾ ഇവിടുന്ന് മീൻ വാങ്ങിയിട്ടുണ്ടല്ലേ ജമാലിക്ക? നിങ്ങളിവിടെ സ്ഥിരം വരാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടുമോ? ഫ്രഷ് മീൻ കിട്ടും. വിലയൊക്കെ എന്താ പാട് ഇവിടെ? നോർമൽ റേറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ മാർക്കറ്റ് വില ഇല്ല, അതിലും നല്ല രീതിയിൽ വില കുറവിൽ ഇവിടെ സാധനം കിട്ടും. അപ്പം മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തൂക്കിയെടുക്കാം. ഇപ്പം അതാ ഒരു കൊട്ട മീനായിട്ട് വന്നിട്ടുണ്ട്. പ്രേമേട്ടാ ഇതിലെന്തൊക്കെ സാധനങ്ങളുള്ളത്? തോടിമീനാണ് ഏറ്റവും കൂടുതൽ വന്നുള്ളത് അല്ലേ? തോടിമീൻ 150 രൂപ. കൂടുതൽ എടുക്കുകയാണെങ്കിൽ മൺസൂൺ ഓഫർ ഉണ്ടാവും. തോടിമത്തി. അപ്പൊ പ്രേമേട്ടാ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ എവിടെ കറക്റ്റ് എവിടെ വരുന്നത്? കറക്റ്റ് മലപ്പുറം ജില്ലയിൽ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറ്റിക്കാട് കർമ്മ റോഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ കർമ്മ റോഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് പെരുമഴയായാലും മീൻ കിട്ടുമോ? ഏത് പെരുമഴയത്തും നിങ്ങൾക്ക് ഇവിടെ മീൻ ഉണ്ടായിരിക്കും. അത് ഫ്രഷ് മീൻ വലയിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു തരും. അതായത് ജീവനോടെ തന്നെ കൊണ്ടുപോകാൻ. മാർക്കറ്റ് വിലയേക്കാട്ടും ഡിസ്കൗണ്ടില്. മാർക്കറ്റ് വിലയേക്കാളും 100-150 രൂപ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആകെ മഴ നനഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പ്രേമേട്ട എല്ലാവരോടും ഒരു ഹായ് പറയുന്നു. പൊന്നാനി കർമ്മ റോഡ് കുറ്റിക്കാട് കടവിലത്തേക്ക് നിങ്ങൾ എല്ലാവരും ആദരവും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരിക. ഇവിടെ നിന്ന് ഫ്രഷ് മീൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ജീവനോടെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലിന്റെ പേര് മാർക്കറ്റ് മച്ചാൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഓൾ ഓഫ് യു. പേര് മഴയത്തെ വീഡിയോ ആണ്, അത്രയും കഷ്ടപ്പെട്ടെടുത്തുള്ള വീഡിയോ ആണ്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവരും വരിക. ഓക്കെ, ബൈ ബൈ ബൈ.